മനുഷ്യരാശിയെക്കുറിച്ചുള്ള ഒരു ചരിത്രം. കവിതകൾ എഴുതുവാൻ തങ്ങളുടെ ലിപി സമ്പ്രദായം സജ്ജമല്ലെന്ന് പ്രാചീന സുമേറിയക്കാരെ ഒട്ടും അലോസരപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യർ പറയുന്നതെല്ലാം പകർത്താനായിരുന്നില്ല അവർ തങ്ങളുടെ ലിപി സമ്പ്രദായം കണ്ടുപിടിച്ചത്. സംസാര ഭാഷ പരാജയപ്പെട്ടിടത്ത് വിജയിക്കാനായിരുന്നു അവരുടെ പരിശ്രമം. കൊളംബിയൻ ആൻഡീസ് സംസ്കാരത്തിന് മുൻപുള്ള ചില നാഗരികതകൾ ഭാഗിക ലിപി വ്യവസ്ഥകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ അപൂർണതയെ ചൊല്ലി അവർ വ്യാകുലരാകുകയോ പൂർണ്ണമായ ലിപി വ്യവസ്ഥയ്ക്കായി പരിശ്രമിക്കുകയോ ചെയ്തില്ല. സുമേറിയൻ ലിപി വ്യവസ്ഥയിൽ നിന്നും ഭിന്നമായിരുന്നു ആൻഡിയൻ ലിപി വ്യവസ്ഥ. വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒന്നായിരുന്നു ആൻഡിയൻ ലിപി വ്യവസ്ഥ. അതിനെ ലിപി വ്യവസ്ഥയായി അംഗീകരിക്കാൻ പോലും പലരും വിസമ്മതിച്ചു. കളിമൺ ഫലകത്തിലോ കടലാസിലോ ആയിരുന്നില്ല അത് ലിഖിതമാക്കപ്പെട്ടിരുന്നത്. കിപ്സ് എന്നറിയപ്പെടുന്ന വർണ്ണച്ചരടുകളിൽ കെട്ടുകളായിട്ടാണ് ആ ഭാഷ എഴുതിയിരുന്നത്. ഒരു കിപ്സിൽ കമ്പിളിയോ പരുത്തിയോ കൊണ്ടുള്ള വ്യത്യസ്ത നിറങ്ങളുള്ള ചരടുകൾ ഉണ്ടായിരിക്കും. ഓരോ ചരടിലും വ്യത്യസ്ത ഇടങ്ങളിൽ നിരവധി കെട്ടുകൾ ഉണ്ടാകും. ഒരൊറ്റ കിപ്സിൽ നൂറുകണക്കിന് ചരടുകളുണ്ട്. അവയിൽ ആയിരക്കണക്കിന് കെട്ടുകളും വേറിട്ട നിറങ്ങളുള്ള വ്യത്യസ്ത ചരടുകളും അവയിലെ വേറിട്ട കെട്ടുകളും സംയോജിപ്പിക്കുന്നതിലൂടെ നികുതി പിരിവിനെയും ഭൂമിയുടെ അവകാശത്തെയും സംബന്ധിക്കുന്ന ഗണിത വസ്തുതകൾ വൻതോതിൽ സൂക്ഷിക്കാൻ കഴിയുന്നു. കിപ്സ് സമ്പ്രദായം ഫലപ്രദവും കണിശത ഉള്ളതുമായിരുന്നു. തെക്കേ അമേരിക്കയിലെ സ്പാനിഷ് അധിനിവേശത്തിന് ശേഷം കിപ്സ് സമ്പ്രദായത്തിൻ്റെ മികവ് മനസ്സിലാക്കിയ സ്പാനിഷ് അധികാരികൾ ഭരണക്രമത്തിൻ്റെ ഭാഗമായി കിപ്സ് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. സ്പാനിഷ് അധികാരികൾക്ക് കിപ്സ് സമ്പ്രദായം വായിക്കാൻ അറിയുമായിരുന്നില്ല. തദ്ദേശീയരെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വന്നു എന്നതായിരുന്നു ഇതിലെ പ്രശ്നം. ഇത് ഭരണാധികാരികളെ തങ്ങളുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നത് സ്പെയിൻ തിരിച്ചറിഞ്ഞു. തദ്ദേശീയരായ കിപ്സ് വിദഗ്ധർ തങ്ങളെ കബളിപ്പിക്കുകയും തെറ്റായി നയിക്കുകയും ചെയ്തേക്കാമെന്ന അപകടം അവർ മനസ്സിലാക്കി. സ്പെയിൻ്റെ അധികാരം ശക്തിപ്പെട്ടതോടെ സാവധാന കിപ്സിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്നു. പുതിയ സാമ്രാജ്യത്തിൻ്റെ രേഖകൾ ക്രമേണ പൂർണ്ണമായും ലത്തീൻ ലിപി വ്യവസ്ഥയെയും അക്കങ്ങളെയും മാത്രം ഉപയോഗിച്ചായി. സ്പാനിഷ് അധിനിവേശത്തെ അതിജീവിക്കാൻ വളരെ കുറച്ച് കിപ്സ് രേഖകൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവശേഷിച്ചതിൽ പലതും വായിച്ചെടുക്കാൻ പ്രയാസമുള്ളവയായിരുന്നു. ഇതിൻ്റെയെല്ലാം ഫലമായി കിപ്സ് എഴുതുവാനും വായിക്കുവാനുമുള്ള വിദ്യ നിർഭാഗ്യവശാൽ ക്രമേണ തീരോപയോഗിക്കുകയും ചെയ്തു. വിരസമായ കണക്കുകൾക്കപ്പുറമുള്ള കാര്യങ്ങളും വൈകാതെ മെസൊപ്പൊട്ടേമിയൻ ജനത എഴുതുവാൻ തുടങ്ങി. BC 3000-നും BC 2500-നിടയിൽ കൂടുതൽ ചിഹ്നങ്ങളും അടയാളങ്ങളും സുമേറിയൻ ലിപി വ്യവസ്ഥയോട് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. ക്രമേണ അത് വികസിച്ച് ഇന്ന് ക്യൂനിഫോം എന്നറിയപ്പെടുന്ന പൂർണ്ണ ലിപി വ്യവസ്ഥയായി മാറി. BC 2500 ആയപ്പോഴേക്കും